അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതാണ് നമ്മളെ വി ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന സാധനം അല്ലേ. വി ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിങ്. അപ്പോൾ കണ്ടല്ലോ, ഇതെല്ലാവർക്കും ചെയ്യാം ഈ സംഭവം അല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ചെടീൻ്റെ മാവും തയ്യൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്ത് വിടാൻ കീറുക. ഒട്ടിക്കേണ്ട ഭാഗം കമ്പിൻ്റെ അടിഭാഗം ആപ്പ് രീതിയിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഈ ചീന്തിലേക്ക് ഈ മോൾ ഭാഗം കണ്ട് ഇറക്കുക. ഇറക്കി വെച്ചതിൻ്റെ ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് എടുത്തിട്ട് നന്നാക്കി ചിറ്റി കൊടുക്കുക. വെള്ളം ഇറങ്ങരുത് ആ കോലത്തിൽ. കണ്ടല്ലോ, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാം. ഇതിപ്പോൾ ഇത്ര വലുപ്പമുള്ള ഒരു കമ്പേനി ഒട്ടിച്ചത്, ആ കമ്പ് മുള വെട്ടിയത് അത്ര ആയി. ഇത് നമ്മളെ ഉളർമാവ് എന്ന് പറയുന്ന മാവാണ് ഒട്ടിച്ചത്, ഈ കൊമ്പ്. അപ്പോൾ അധികം കാണാൻ കിട്ടാത്തൊരു മാവാണ് ഉളർമാവ്. അപ്പം അതിൻ്റെ ഒരു കൊമ്പ് കിട്ടിയപ്പോൾ ഒട്ടിച്ച് നോക്കിയതാണ്. അപ്പോൾ അതുണ്ടായി, സൂപ്പറായിട്ടുണ്ടായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എവിടെ നിന്നാണ് മാവിൻ്റെ കൊമ്പ് കിട്ടണമെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. സംഭവം സൂപ്പറാവും, പെട്ടെന്ന് പൂക്കും, പെട്ടെന്ന് മാങ്ങണ്ടാവും, കണ്ടില്ലേ. വി ഗ്രാഫ്റ്റിംഗ് കണ്ടല്ലോ, സിമ്പിൾ പണിയാണ്, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ ചെയ്ത് നോക്കുക. ഇതങ്ങനെ ഒട്ടിച്ചതാണ്. നമ്മളെ പീടിയെന്ന് വാങ്ങണേ സാധാ കവറാണ്. സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറില്ലേ, ആ കവർ. ആ കവറ് റിബൺ പോലെ കീറിയിട്ട് ചിറ്റിയാൽ മതി അല്ലേ. ഇത് ഇത്ര വലുപ്പമുള്ളൊരു കൊമ്പേനി ഒട്ടിച്ചിന്. ഇതാ ഇത്ര വലുപ്പമുള്ളൊരു കൊമ്പ്. ഈ കൊമ്പാണ് വലുതായി ഇതാ തളിരിട്ടു. കൊമ്പ് വന്ന് നന്നാക്കി പിടിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഒരു മാവിൻ്റെ തൈ തൊടിയെന്നോ പറമ്പെന്നോ ഒന്നും കിട്ടുകയാണെങ്കിൽ ഒരു കവറിലോ ചട്ടിയിലോ നട്ടതിന് ശേഷം ഇതൊന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ പെട്ടെന്ന് മാങ്ങണ്ടാവും, കണ്ടല്ലോ. അപ്പം എന്നാ ശരി. ഇത് ഉളർമാവാണ്, വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഉളർമാവ്, അതിൻ്റെ തൈയാണ്.